ഓരോ കഥാപാത്രം ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവില്ല ചിലപ്പോൾ ചിലത് റെക്കഗ്നൈസ് ചെയ്യും. നമ്മൾ ഒരുപാട് ഡ്രീം ചെയ്തിട്ട് ഇതേപോലെ ആളുകൾ സ്വീകരിക്കുക എന്നൊക്കെ വിചാരിക്കുന്ന സാധനം പെട്ടെന്ന് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം എത്ര റിസൾട്ട് ഉണ്ടായില്ല, ഇനി എൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക്, അത് ആളുകൾ. അല്ലല്ല, അതിൽ ഞാൻ അങ്ങനെ നിരാശപ്പെട്ട് ഡിപ്രസ്ഡ് ആയിട്ടുണ്ട്. കാരണം ദഫേദാർ എന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു, ലവ് മണിച്ചേട്ടൻ ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ അത് അവാർഡ്സിനൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ജൂറി എന്നെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ എന്താണിത് സാധാരണ CD തന്നിട്ട് ബ്ലൂറേയിലാണ് തരേണ്ടതെന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര വിഷമമുണ്ടാക്കി പോയി. കാരണം അവർ ഇങ്ങോട്ട് വിളിച്ചിട്ട് പല ജൂറി മെമ്പേഴ്സും ചോദിച്ചാൽ എന്താണ് നിങ്ങൾ കൊടുക്കാണ്ടിരുന്നത്. അതൊക്കെ ഡൗൺ ആയി പോയൊരു കാര്യം. കാരണം നമ്മളൊരു പെർഫോം ചെയ്തിട്ട് ആ ഒരു സ്പാർക്ക് ആരും കാണിക്കാൻ പറ്റിയില്ല എന്നുള്ളത് അതൊക്കെ എല്ലാ കലാകാരന്മാരുടെ ലൈഫിൽ ഉണ്ടാവുന്നതാണ്. പിന്നെ നമ്മൾ ഓവർക്കും അടുത്തതിലേക്ക് പോകും. നമ്മൾ അതോടുകൂടി തകർന്നെന്ന് പറഞ്ഞിരിക്കരുത്, അടുത്തതിലേക്ക് പോകുക എന്നുള്ളതാണ്. ചേട്ടൻ എങ്ങനെയാണ് ഇത് ഓവർകം ചെയ്യുന്നത്? നമ്മൾ ഞാനത് ഒരു എന്തെങ്കിലും ഡൗൺ ആയി കഴിഞ്ഞാൽ കുറച്ച് നാളത്തേന് പിന്നെ ഒന്ന് പൊങ്ങി വരാനായിട്ട് നല്ല താമസം, എന്ത് വിചാരിക്കും, അങ്ങനെ ഒരു എനിക്ക് അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉണ്ട്. കാരണം പിന്നീട് ഒന്ന് പൊങ്ങി വരാൻ കുറച്ച് പാടാ. ചേട്ടൻ എങ്ങനെയാണ് ഇത് ഒന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ എങ്ങനെ ഒന്ന് ഓണായി വരുന്നത് പഴയ പോലെ? നിങ്ങൾ കുറച്ചു കാലം കഴിയുമ്പോൾ പൊങ്ങി വരൂലേ? അതെങ്ങനെയാന്ന് എനിക്ക് പറഞ്ഞു. പട്ടിണിയാണ് ചേട്ടാ, പട്ടിണി ഓട്ടോമാറ്റിക്കലി ചെയ്തേ പറ്റുള്ളൂ എന്നൊരു മെന്റാലിറ്റി വരും. ചെയ്യുന്നത് ഇപ്പൊ ഞാൻ പറയാം, ഇന്ന് കമ്മിറ്റ് ചെയ്ത കാര്യം ഇന്നത് ധൈര്യമായിട്ട് പോവുക, നാളെ നമ്മൾ ഉണ്ടാവുമെന്ന് അറിയില്ല. അത് 100% ആയിട്ട് അതിന് വരുമാനം ഇതൊന്നും നോക്കണം, വരുമ്പരായികൾ നോക്കാതെ. ഞാൻ മറ്റുള്ളവരിൽ നിന്നും പഠിച്ചതാണ് ഇത്. നമുക്ക് ആത്മഹത്യ ചെയ്യാൻ പറ്റുമല്ലോ, അപ്പൊ നമുക്ക് ജീവിച്ചേ പറ്റുള്ളൂ. എന്തൊക്കെ ഇത് വന്നാലും നമ്മളെ ബാധിക്കില്ല. ഒന്ന്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ദൈവഭക്തനാണ്. അത് ഭയങ്കരമായിട്ട് എൻ്റെ പിന്നിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊന്നും ചിലപ്പോൾ അതായിരിക്കില്ല, അദ്ദേഹത്തിന് വേറെ വ്യൂ ആയിരിക്കും. എൻ്റെ റൂട്ടാണ് അത് പറയുന്നത്. ഞാൻ ഇദ്ദേഹത്തിന് അനുകരിക്കണമെന്നില്ലല്ലോ. ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ ആവശ്യപ്പെട്ടുള്ളതും ആഗ്രഹിച്ചതെല്ലാം പറഞ്ഞിട്ടുള്ളത് അവിടെ മാത്രമാണ്. കാരണം എനിക്ക് പറയാൻ വേറെ ആരുമില്ല സിനിമയിൽ. ഞാൻ അങ്ങനത്തെ ഒറ്റക്ക് എൻ്റെ കുഞ്ഞയുടെ വഴി പോലും ഞാൻ ഒറ്റക്ക് വെട്ടി തെളിച്ചു വന്നവരാണ്. പക്ഷെ അവിടെ നിന്ന് പറയുമ്പോൾ നല്ലതാണെങ്കിൽ തന്നിട്ടുണ്ട്. അതാണല്ലോ ഇതൊക്കെ ഇതിൻ്റെ ചിലത് നഷ്ടപ്പെട്ടു പോയത് നല്ലതിനായിരുന്നല്ലോ എന്നുള്ള. ചില സിനിമയിൽ നല്ലൊരു വേഷം വന്നിട്ട് തകർന്നിരുന്നിട്ടുണ്ട് കുറച്ച്, പക്ഷെ റിലീസായി കഴിഞ്ഞപ്പോൾ ദൈവമേ ചെയ്യാണ്ട് അല്ല, അത് ഭയങ്കരമായിട്ട്. അപ്പോ അതൊക്കെ അതിനൊരു പ്ലാൻ ഒരാളുണ്ടെന്നേ. പക്ഷെ നമ്മൾ വർക്ക് ചെയ്തോണ്ടിരിക്കണുണ്ട്, അല്ലാതെ വീട്ടിലിരുന്ന് വന്ന് വിളിക്കുമെന്ന് വിചാരിക്കരുത്. ഒരിക്കലില്ല. ഇപ്പോഴും അവസരങ്ങൾക്ക് വേണ്ടിട്ട് ഇങ്ങനെ ഓടാറുണ്ടോ? ഇല്ലല്ല, ഇതുപോലുള്ള ആൾക്കാരോട് അവസാനം ചോദിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. അത്ര ബന്ധമുള്ള ആൾക്കാരുടെ അടുത്ത പരിപാടിക്ക് നമ്മൾ ഉണ്ടാവണമെന്ന് പറയാം. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ശല്യം പോലെ കാണും, ഫോൺ എടുക്കൂല. അതൊക്കെ ഭയങ്കര. എനിക്ക് ഏറ്റവും മാനസികമായിട്ട് വേറെ ഒന്നും പ്രശ്നമില്ല, നമ്മൾ വേണ്ടാത്തടത്ത് ചെന്ന് കയറാറില്ല. അതാണ് നമ്മളെ മനസ്സിലാക്കുക എന്നുള്ളത്. വിളിക്കാത്ത കല്യാണത്തിന് പോരുതെന്ന് പറയുന്ന പോലെ തന്നെയാണ്. ഒരു ഡയറക്ടറെ ഫോൺ ചെയ്യുമ്പോൾ ശല്യം പോലെ തോന്നുക, അല്ലെങ്കിൽ കാണുമ്പോൾ അവരുടെ അടുത്ത് പോകാൻ പറ്റില്ല നമുക്ക്. പിന്നെ നമ്മുടെ ചീത്ത മുഖം കാണേണ്ട ആവശ്യമില്ല. പക്ഷെ സ്വാതന്ത്ര്യമുള്ള ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാള സിനിമയിലെ ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഡയറക്ടേഴ്സിനെ എനിക്ക് വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ജോഷ് സാറേ എന്ന് പറഞ്ഞു വിളിച്ച ഇപ്പൊ വിളിച്ച് കട്ട് ചെയ്താലും അല്ല, പുള്ളീനെ ഇപ്പൊ വിളിച്ചു എടുത്തില്ല, കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വിളിക്കും. ആ ഡയറക്ടർ 120 പടം ചെയ്ത ആള് ടിനി ടോം എന്ന് പറഞ്ഞ ഒരാളെ തിരിച്ചു വിളിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മഹത്വവും അതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ്. അത്ര ലെജൻഡ് ആയിട്ടുള്ളവരൊക്കെ മലയാള സിനിമയിൽ എന്നും ആരാധിക്കുന്ന, അല്ലെങ്കിൽ എന്നും എവർഗ്രീൻ സിനിമകൾ സമ്മാനിച്ചിട്ടുള്ള വ്യക്തികളൊക്കെ ഇപ്പോഴും നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിൽ നിന്ന് വലിയൊരു ഭാഗ്യം തന്നെയാണ് അത്. അപ്പം ചേട്ടാ, ഈ സിനിമയിലെ ഒരു അഭിനയം മാത്രമല്ല, ഒരു പാട്ടും പാടിയിട്ടുണ്ടെന്ന് അറിയാം. എങ്ങനെയാണ് ഒരു ഗായകൻ എന്ന ലെവലിലേക്ക് കൂടെ? ഞാൻ പാടണോ എന്ന് തോന്നിപ്പോയോ? അല്ല, പാടണമെന്നല്ല, ഇങ്ങനെ പാടണം എന്നുള്ള ചിന്ത തന്നെ ഇദ്ദേഹത്തിന്. ഞാൻ അങ്ങനെ ഫുള്ളൊരു പാട്ടൊന്നും പാടി കേട്ടിട്ടില്ല അല്ലേ? ഇല്ലില്ല. പക്ഷെ ഇതിന് ഇങ്ങനെ ഞാൻ പറയാം, ഞാൻ വിചാരിക്കുന്ന സംഭവം എന്ന് വെച്ചാല്, ഈ പടത്തില് ചേട്ടൻ അതിന്റെ പ്രധാന വേഷത്തിലേക്ക് വരാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ടിനി ടോമോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിരുന്നു. അത് ചേട്ടന് മുമ്പിൽ വെച്ച് തന്നെ ഞാൻ പറയണം. പക്ഷെ ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു. കാരണം വെച്ചാൽ നമ്മൾ ഞാൻ സ്കൂളിൽ നാടകം ചെയ്യാൻ പോകും. ഈ നാടകം ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ ഈ പിള്ളേരെ വലിയ കളക്ടർമാരുടെ മക്കള്, പിന്നെ വലിയ PWD കോൺട്രാക്ടറുടെ മക്കള്, ഇവരൊക്കെ ആയിരിക്കും ഈ സ്കൂളുകാർ ലിസ്റ്റ് ചെയ്ത് തരിക. അപ്പോൾ പറയും, സാറ് ഇങ്ങനെ ഒരു ഏതെങ്കിലും ഒരു മാഷ് അടുത്ത് വന്നിട്ട് ഇങ്ങനെ സ്വകാര്യം പറയും, ഇതാ ആ പയ്യനെ പിടിച്ചോ, ഈ പയ്യനെ പിടിച്ചോ, അങ്ങനെ പറയും. നമ്മളത് ചെയ്യാറില്ല. ഞാൻ പറയാം, അങ്ങനെ പറ്റില്ല. നമ്മൾക്ക് ഈ ക്യാരക്ടറിന് പറ്റുന്ന ആളുകൾ കിട്ടിയാൽ ചെയ്യാന്നേ ഉള്ളൂ. കാരണം വെച്ചാൽ നമ്മളിത് പൈസക്ക് വേണ്ടി ചെയ്യുന്നൊന്നുമല്ല. നാടകം സത്യത്തിൽ ഒരു പാഷനായിരുന്നു. പക്ഷെ സിനിമ ഇപ്പോൾ എൻ്റെ ഒരു പ്രതിഷേധമാണ് സത്യത്തിൽ. കാരണം വെച്ചാൽ വർഷങ്ങളോളം നമ്മൾ ഈ സിനിമ നാടകം എന്നൊക്കെ പറഞ്ഞിട്ട് നടന്നിട്ട് ഇതൊന്നും ആവാതിരിക്കുമ്പോഴുണ്ടാകുന്ന നാട്ടിലും വീട്ടിലും കുടുംബത്തിലുള്ള ഉണ്ടാകുന്ന ഭയങ്കര ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാനും ഈ പടത്തിൻ്റെ പ്രൊജക്ട് ഡിസൈൻ രാജിയും നമ്മൾ അലഞ്ഞു തിരിയാൻ തുടങ്ങിയിട്ട്
10-15 വർഷമായി. ഒരുമാതിരി പോക്കായിരുന്നു അത് പോട്ടെ. അല്ല മീൻസ് അതെ അതെ അതെ. അപ്പോൾ ഈ പാട്ടിനെ കുറിച്ച് തന്നെ പറയാം, അത് നമുക്ക് പിന്നീട് പറയേണ്ട കാര്യങ്ങളാണ്. കാരണം നമ്മളിപ്പോൾ ജസ്റ്റ് നമ്മളിവിടെ വന്നതേ ഉള്ളൂ. അപ്പോൾ ചേട്ടൻ പാട്ടിനെ കുറിച്ച് എനിക്ക് നല്ല ബോധം ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ നമ്മളിങ്ങനെ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ സക്രേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ടായിരുന്നു, നമ്മൾ ഈ നാടകങ്ങളൊക്കെ ചെയ്യുന്ന സമയത്തുണ്ടായിരുന്നു. എക്സലൻ്റ് ആണ് പുള്ളി. കാരണം വെച്ചാൽ ഈ ലൈവായിട്ട് വന്നിട്ട് സംഗീതം ചെയ്യുന്നതിലും നാടകത്തിന് സംഗീതം ചെയ്യുന്നതിലും അതേപോലെ തന്നെ പുള്ളി പിന്നെ അവിടെയുള്ള മിക്കവാറും ചർച്ചകളിൽ ഈ കൊയർ കോർഡിനേറ്റ് ചെയ്യുന്നതിലെല്ലാം ഭയങ്കര സംഭവമായിരുന്നു. അപ്പോൾ പുള്ളി കടൽ തീരത്ത് എന്ന് പറയുന്ന ഒരു നാടകം നമ്മുടെ പാടിയിൽ നാട്ടരങ്ങ് എന്ന് പറഞ്ഞിട്ട് ചെറുകുന്നിൽ, കണ്ണൂർ ചെറുകുന്നിലാണ് ചെറുകുന്നിൽ നമ്മുടെ സ്വന്തം സമിതിയാണ് പാടിയിൽ നാട്ടരങ്ങ്. ഈ പാടിയിൽ നാട്ടരങ്ങ് എന്ന് പറഞ്ഞാൽ നല്ല നാടകങ്ങൾ കളിക്കാൻ വേണ്ടിയിട്ട് നമ്മളായിട്ട് ഉണ്ടാക്കിയ ഒരു സംഘടനയാണ്. അപ്പോൾ അവിടെ കടൽ തീരത്ത് OV വിജയൻ്റെ അതിപ്രശസ്തമായ കഥ കടൽ തീരത്തിന് നമ്മുടെ മഞ്ജുളനുണ്ട്. മഞ്ജുളൻ സ്കൂൾ ഓഫ് ഡ്രാമയിലെ മഞ്ജുളൻ, പുള്ളി ആക്ടറും ഡയറക്ടറൊക്കെയാണ്. അദ്ദേഹം വന്നിട്ട് ഒരു നാടൻ ചെയ്യുന്ന സമയത്ത് സക്രിയാട്ടൻ ചെയ്ത കുറേ മ്യൂസിക്കുകളുണ്ട്, എക്സലൻ്റ് എന്നല്ല, അതിനപ്പുറത്തൊന്നും പറയാനില്ല അതിന്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്ന സംഭവം, നമ്മളിങ്ങനെ നാടകമാണ് കളിക്കുന്നുണ്ടെങ്കിലും സിനിമ നമ്മുടെ എല്ലാവരുടെ ഒരു ആഗ്രഹമാണല്ലോ. അപ്പോൾ സിനിമയിലൊക്കെ പോകുമ്പോൾ എപ്പോഴെങ്കിലും സക്രിയേട്ടനോട് പറഞ്ഞിട്ട് ഒരു 4 പാട്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ സ്കോർ, ഇതൊക്കെ ചെയ്യണമെന്ന് ഇങ്ങനെ ആഗ്രഹിക്കായിരുന്നു. അപ്പോൾ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് പാട്ടുണ്ടായിരുന്നില്ല സത്യത്തിൽ. ടിനിച്ചേട്ടൻ വന്നു, കഥയൊക്കെ കേട്ടപ്പോൾ ടിനിച്ചേട്ടൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ട് ഭയങ്കര പുള്ളി എപ്പോഴും ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. ഒരു കാര്യം പറഞ്ഞാൽ അത് പെട്ടെന്ന് ചെയ്ത് തീർക്കുക എന്നുള്ളത് പിന്നെ പുള്ളിയുടെ ഒരു രീതിയാണ്. നമുക്ക് ശരിക്കും പുള്ളിയുടെ കൂടെ എത്താൻ ഭയങ്കര പാടാണ്. അതിന് പുള്ളിയായുള്ള കുറച്ച് വഴക്കൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അല്ല എന്ത് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടോ, ഇങ്ങനെ ഒരാളെ കിട്ടിയത് കൊണ്ടാണ് സത്യത്തിൽ ഇത് മുന്നോട്ട് പോകുന്നുള്ള ഒരു തോന്നലുണ്ട്. അതിന്റെ ഒരു കോമഡി കൂടി പറഞ്ഞിട്ട് എറണാകുളത്ത് നമ്മളൊന്ന് ക്യാമ്പ് ചെയ്യണം ഇതിന്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞത് സിനിമ എന്ന് പറഞ്ഞ പ്രാന്ത് പിടിച്ച് നടക്കുന്ന ആൾക്കാരാണല്ലോ ഇവിടെ എറണാകുളത്തുള്ളത്. അപ്പൊ ജൂണിൽ എനിക്ക് സ്കൂളിൽ കൊച്ചിനെ കൊണ്ടുപോകും, സിനിമ റിലീസ് അത് കഴിഞ്ഞിട്ടുള്ള റിലീസ്. എന്താ സംഭവം എന്ന് വെച്ചാല് പാട്ടിന് ഞാൻ ബൈ ചാൻസിന് ഇങ്ങനെ ടിനിച്ചേട്ടനോട് പിന്നെ പറഞ്ഞു, ചേട്ടൻ നമുക്ക് 2 പാട്ട് എന്തായാലും ഇടാം, അങ്ങനെയാണെങ്കിൽ നമ്മളിങ്ങനെ ഡിസ്കഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം എനിക്കിങ്ങനെ തോന്നുകയാണ്. കാരണം വെച്ചാൽ ഞാൻ എപ്പോഴോ ഏതൊരു ചാനലിൽ ചേട്ടൻ ഒരു ഗിറ്റാറൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു മൂളിപ്പാട്ടൊക്കെ പാടുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പോൾ റേഷ്, അതായത് പിന്നെ സക്രിയേട്ടനാണ് ഈ സംഗീതം ചെയ്തതെങ്കിലും അതിൻ്റെ മറ്റേ സിത്താര മേഡം പാടിയ പാട്ടിൻ്റെ മ്യൂസിക് ഡയറക്ടർ റേഷാണ്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഇവിടെ ഒരു 2 പാട്ട് നമുക്ക് വേണം, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ടിനിച്ചേട്ടനെ കൊണ്ട് പാടിച്ചല്ലോ. അടിപൊളി തീരുമാനമാണെന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചു, നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞു, എന്തായാലും ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കുറച്ചിങ്ങനെ നിഗൂഢമായിട്ടുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര കെട്ടുപണഞ്ഞ് നടക്കുന്ന കുറേ മാനറിസംസും സംഭവങ്ങളൊക്കെ, അതായത് ഒരു കൃത്യമായിട്ടുള്ള ട്രാൻസിഷൻ ശരിക്കും ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സാധാരണ അച്ഛനും അതേപോലെ തന്നെ അച്ഛന് ശേഷമുള്ള ഇയാളുടെ ഒരു വല്ലാത്ത ഒരു മാനസികാവസ്ഥയൊക്കെ കാണിക്കുന്ന ഒരു ക്യാരക്ടറിലേക്ക് ഇയാൾ മാറി ക്യാരക്ടർ പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു സംഭവം പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ വേറൊരു ശബ്ദത്തിൽ ഏതെങ്കിലും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരാൾ വന്നിട്ട് ഒരു പാട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമ്മൾക്കൊരു പാട്ട് പ്ലാൻ ചെയ്യാം. അത് ടിനിച്ചേട്ടനോട് ഞാൻ ചോദിച്ചു നോക്കട്ടെ, പുള്ളി പാടുമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞു. ഞാനൊരു ദിവസം ഇങ്ങനെ പറഞ്ഞു, ചേട്ടൻ 2 പാട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ചോദിച്ചു, ആരാ പാടുന്നത് ചോദിച്ചു. ഞാൻ ചേട്ടന് പാടിക്കൂടുന്നു. സീരിയസ് ആയിട്ട് പറയുന്നതാണോ? ഞാൻ പറഞ്ഞു, അതെ, എന്ന് വേഗം നോക്കുമെന്ന് പറഞ്ഞു. ചേട്ടൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, ഇപ്പം എല്ലാവരും ചെയ്യുന്ന ഒരു ഇതാണല്ലോ, എല്ലാ ആക്ടേഴ്സും ഇപ്പം ഡയറക്ഷനിലേക്ക് പോകുന്നു, പ്രൊഡക്ഷൻ തുടങ്ങുന്നു, പ്രൊഡ്യൂസർ ആകുന്നു, എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ല, ഞാൻ പാടുമായിരുന്നു. ഞാൻ ഇപ്പൊ ചെറിയ റാപ്പുകൾ, ഇപ്പൊ മംഗ്ലീഷ് എന്ന് പറഞ്ഞ പടത്തിൽ ദുൽഖറിന്റെ കൂടെ പറയുന്നുണ്ട്, മറ്റേ തോപ്പുംപടിയിലും യാത്ര, അങ്ങനെ ഒരു അത് പ്രൊമോഷൻ സോങ് ആയിരുന്നു. പിന്നെ 2-3 പടങ്ങളിൽ റാപ്പ് പോലെ പാടിയിട്ട് ഫുൾ സോങ് പാടുക എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ ഇത് അവതരിപ്പിക്കേണ്ടത്, അത് ഭയങ്കര റിസ്കിയൽ. അപ്പോൾ അത് ആദ്യമായിട്ടാണ് ഞാൻ പാടുന്നത്. പിന്നെ എന്താ പറഞ്ഞാൽ ഒരു കാര്യം തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബോറടിക്കും. നമ്മൾ അഭിനയം എല്ലായിടത്തും ഇതിനു വേണ്ടിയിട്ട്. അപ്പോൾ ഈ പാട്ട് പാടുക, ഞാൻ ഇത് മറ്റേ ഔഷധ ചെടികൾ കൃഷി ചെയ്യും, വഞ്ചിയിൽ കയറിയിട്ട് പുഴയിൽ കൂടി പോകും, അങ്ങനെ ഡൈവേർട്ട് ചെയ്തുകൊണ്ടിരിക്കും എനിക്ക്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് മോണോട്ടനസ് ഫീൽ ചെയ്യൂല. ഒരാൾ ഇന്നത് തന്നെ ചെയ്ത് ജീവിക്കണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഫാഷൻ ഇതുണ്ട്, ഇതുപോലെ ഷർട്ടൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് ഷർട്ടൊക്കെ തയ്ച്ച് എൻ്റെ ഡിസൈനിൽ അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് രസമാണ്. അപ്പോൾ ഗിറ്റാർ ഇടയ്ക്കെടുത്ത് വായിക്കും. ഒന്നിലും മാസ്റ്റർ ഒന്നുമല്ല, പക്ഷെ എല്ലാം നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴല്ലേ പറ്റുള്ളൂ. ടിനിച്ചേട്ടനെ നമ്മള് അത്രയേ ഉള്ളൂ ബന്ധം. പക്ഷെ ടിനിച്ചേട്ടൻ ഒരു സമയം വേസ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. എല്ലാ സമയത്തും വേസ്റ്റ് ചെയ്താൽ നമ്മൾ ഡിപ്രസ്ഡ് ആവും. അതെ അതെ. ഇപ്പൊ നിങ്ങൾ ആദ്യം ചോദിച്ചതിനുള്ള ഉത്തരവാണ് കിട്ടിയത്. പിന്നെ എങ്ങനെ തിരിച്ചു ഓവർകം ചെയ്തു എന്ന് പറഞ്ഞത്, നമ്മൾ ഇടപെടുക, നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തിരക്കുകൾ ഉണ്ടാക്കുക.
അപ്പൊ ഇവിടെ ഇവിടെ ഒരു പള്ളിയിൽ ഇന്ന പരിപാടി ഉണ്ട്, ഞാൻ ചെല്ലുക. അതിന് കാശൊന്നും നോക്കുന്നില്ല, നമ്മൾ എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ടിനിച്ചേട്ടനെ സംബന്ധിച്ച് ലൈഫിൽ ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്താണ്? എനിക്ക് ഈ സിനിമയുമായിട്ട് പ്രവർത്തിക്കുന്ന അത് തന്നെയാണ് എൻ്റെ ട്രിപ്പിംഗ് എന്ന് പറയുന്നത്. കലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തും ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ആണ്. പിന്നെ സ്ഥലം കാണുന്നത്, നമുക്കൊരു കാഴ്ച ദൈവം തന്നിട്ടുണ്ട്, അത് ഭയങ്കര അനുഭവം, ബ്ലെസ്ഡ് ആണ്. കാരണം ഞാൻ ഈ ഷോസൊക്കെ ചെയ്യുമ്പോൾ, കോമഡി ഉത്സവം അതുപോലുള്ള പരിപാടികൾ, ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ, ഞാൻ കുറേ നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ ഡിപ്രസ്ഡ് ആയിട്ടുണ്ട്. അതൊരു അസുഖമാണ്. ഞാൻ ശരിക്കും ഒരു വേറൊരു മത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ ഇവരെയൊക്കെ കാണുമ്പോൾ അവരുടെ വേദന എൻ്റെ ഇതിലേക്ക് വരാറുണ്ട്. ഇപ്പം കൈകാലുകളില്ലാത്തവർ കാലത്ത് പോലെ നിങ്ങളിപ്പോൾ 1 മണിക്കൂറായിരിക്കും ഷോ കാണുന്നത്. അപ്പം ഞാൻ അവരുടെ കാര്യം ചിന്തി, പിന്നെ ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം മനസ്സങ്ങോട്ട് പോണ്. അപ്പോൾ ദൈവം ഒരുപാട്, അതായത് നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ അവർക്ക് നിറങ്ങളറിയില്ല, പച്ച എന്താണെന്നറിയില്ല, ചുമപ്പ് എന്താണെന്നറിയില്ല, ഒരു ജന്മം നമ്മുടെ ഭൂമിയിലുണ്ടായിട്ട് അവർക്ക് വേണ്ടി ആ നിമിഷം ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം കാഴ്ചകളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്ത് യാത്ര ഉണ്ടല്ലോ, അതെനിക്ക് അനുഗ്രഹം കിട്ടിയത് കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് പോകാൻ പറ്റാത്ത പല സ്ഥലങ്ങളിലും ഈ മിമിക്രി എന്ന് പറഞ്ഞ തൊഴിലുള്ളതുകൊണ്ട്, അവിടെയുള്ള മലയാളികൾ എന്നെ ക്ഷണിച്ചതുകൊണ്ട് ചൈനയിൽ വരെയാണ്. ലാസ്റ്റ് ഞാൻ ചൈനയിൽ മറ്റേ കൊറോണക്ക് മുമ്പാണ്, ഞാനല്ല കേട്ടോ കൊറോണ കൊണ്ടുവന്നത്, ഞാൻ വന്നതിന് ശേഷമാണ് കൊറോണ വന്നത്. അപ്പോൾ എനിക്ക് തന്നെ സംശയം, ഞാനാണോ ഇത് കൊണ്ടുവന്നതെന്ന്. അതിന് ശേഷമാണ് കൊറോണ വന്നത്. അപ്പോൾ ഹോങ്കോങ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നും ആകെ കുറച്ച് മലയാളികളാണുള്ളത്. അതുപോലെയുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങൾ, ബ്രൂണെ പോലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാൻ സാധിച്ചു. അത് തന്നെ എൻ്റെ രണ്ടാമത്തെ ഹാപ്പിനെസ്, സിനിമയും യാത്രകളും. ലോകം മുഴുവൻ കറങ്ങുക, സിനിമകൾ ചെയ്യുക, ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും, എല്ലാ സ്വപ്നങ്ങളും നടക്കട്ടെ. ഓക്കെ, താങ്ക് യു. നമ്മുടെ സിനിമ ഇറങ്ങാൻ പോകണല്ലോ, അപ്പോൾ കാണാൻ പ്രേക്ഷകരോട് എന്താണ് പറയാം? അതാണ് പ്രേക്ഷകരോട് ഫോണിൽ കൂരി കൊടുത്തിട്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വന്ന് കാണണമെന്ന്. കാരണം ആരും എൻ്റെ സിനിമ കാണാമെന്നും പറഞ്ഞ് തീരുമാനിച്ചു വരില്ല, പക്ഷേ ഈ സബ്ജക്റ്റ് കാണാൻ വരിക എന്നുള്ളതാണ് തിയേറ്ററിൽ തന്നെ. കാരണം ഇത് ഓരോ ഇപ്പോൾ ചില വാക്കുകളായിരിക്കും നമ്മളെ ജീവിതം മുഴുവൻ നമ്മളെ നയിക്കുന്നത്, ഹോണ്ട് ചെയ്യാറുണ്ടത്. ചില വാക്കുകൾ ബൈബിൾ എടുത്ത് വായിക്കുമ്പോഴുള്ളൊരു വാക്കായിരിക്കും. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ അത് പറയുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബജീവിതത്തിന് ഗുണം ചെയ്യുന്നുള്ളതിൽ യാതൊരു സംശയം. അത് കുടുംബമായിട്ട് തന്നെ വന്ന് കാണണം എന്നാണ് പറയുന്നത്, അച്ഛനും അമ്മയും മക്കളും. കാരണം അത് എന്തായാലും ലൈഫിൽ രേഖപ്പെടുത്തലായിരിക്കും എന്നും. അത് നിങ്ങൾക്ക് നല്ല ഒരു ജീവിതം നയിക്കാനായിട്ട് ഇങ്ങനെ ആകരുത് എന്നുള്ളത് എപ്പോഴും നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു സിനിമയായിരിക്കും. അപ്പോൾ അതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രമാണ്. അപ്പോൾ തീർച്ചയായും മത്ത് കണ്ട് പ്രേക്ഷകർക്ക് മത്താവട്ടെ, വലിയൊരു ഹിറ്റാവട്ടെ. ഇനി ഒരുപാട് ചിത്രങ്ങൾ നിങ്ങളെ കാണാൻ സാധിക്കട്ടെ. ടിനിച്ചേട്ടാ, എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. ഇത്രയും സമയം ഞങ്ങൾക്ക് എടുത്തതിന് താങ്ക് യു വെരി മച്ച്.